തകഴിയുടെ ചെമ്മീൻ സിനിമയാക്കിയപ്പോൾ രാമു കാര്യാട്ട് അതിൽ സംഗീത സംവിധാനം ഏൽപ്പിച്ചത് ഹിന്ദിയിലെ പ്രശസ്തനായ സലിൽ ചൗധരിയായിരുന്നു. വയലാറായിരുന്നു ഗാനരചന. വയലാറിന് ഭാഷ അറിയാത്ത സലിൽ ചൗധരിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. ഒരു ഘട്ടത്തിൽ കമ്പോസിംഗ് സമയത്ത് വയലാർ ഇറങ്ങിപ്പോകാൻ കൂടി ശ്രമം നടത്തി. ആ സമയത്ത് രാമു കാര്യാട്ട് വയലാറിനെ സമാധാനിപ്പിക്കാനായി ഏൽപ്പിച്ചത് സലിൽ ചൗധരിയുടെ അസിസ്റ്റൻ്റായിരുന്ന സാമുവൽ ജോസഫിനെയായിരുന്നു. സാമുവൽ ജോസഫാണ് വയലാറിനെ ഒരുമാതിരി പറഞ്ഞ് പ്രീണിപ്പിച്ച് ആ റെക്കോർഡിംഗ് നടത്തിച്ചത്. ഈ സാമുവൽ ജോസഫ് ആരാണെന്നല്ലേ? അദ്ദേഹം പിന്നീട് മലയാളത്തിലെ പ്രശസ്തനായ സംഗീത സംവിധായകനായി മാറി. നമ്മുടെയെല്ലാം ശ്യാം. എന്തായാലും ചെമ്മീനിലെ ഗാനങ്ങൾ വളരെയധികം പ്രശസ്തി നേടി. കടലിനക്കര പോണവരെ, പെണ്ണാളെ പെണ്ണാളെ, ചാകര ചാകര തുടങ്ങിയ മനോഹര ഗാനങ്ങൾ. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മറ്റൊരു ഗാനമുണ്ടായിരുന്നു. മന്നാടെ ആലപിച്ച മാനസമൈനേ വരൂ. മന്നാടെ യഥാർത്ഥത്തിൽ അർത്ഥമറിയാതെ പാടുന്ന കാര്യത്തിൽ താല്പര്യമില്ലാത്ത ആളായിരുന്നു അത്രേ. പക്ഷേ മന്നാടെയുടെ ഭാര്യ മലയാളി ആയതുകൊണ്ട്, തലശ്ശേരിക്കാരിയായ സുലോചന ചേച്ചി ആയതുകൊണ്ട്, സുലോചന ചേച്ചിയുടെ നിർബന്ധം സഹിക്കവയ്യാതെ അദ്ദേഹം ഇതിൻ്റെ അർത്ഥം അറിഞ്ഞ് മലയാളം പഠിച്ച് ഈ ഗാനം ആലപിക്കുകയായിരുന്നു അത്രേ. നമുക്ക് കേൾക്കാം ഒരു തലമുറയെ മുഴുവൻ വിഷാദത്തിൽ ആറാടിച്ച ആ മാനസമൈനേ വരൂ എന്ന ഗാനം. മാനസമൈനേ വരൂ, മധുരം മുള്ളി തരൂ, നിന്നരുമ പൂവാടിയിൽ നീ തേടുവതാരേ ആരേ, മാനസമൈനേ വരൂ, മധുരം മുള്ളി തരൂ, നിന്നരുമ പൂവാടിയിൽ നീ തേടുവതാരേ ആരേ, മാനസമൈനേ വരൂ. നിലാവിന്റെ നാട്ടിലെ നിശാഗന്ധി പൂത്തല്ലോ, നിലാവിന്റെ നാട്ടിലെ നിശാഗന്ധി പൂത്തല്ലോ, കളിക്കൂട്ടുകാരനെ മറന്നു പോയോ, മാനസമൈനേ വരൂ, മധുരം തരൂ, നിന്നരുമ പൂവാടിയിൽ നീ തേടുവതാരേ ആരേ, മാനസമൈനേ വരൂ. കടലിലെ ഓളവും കരളിലെ മോഹവും, കടലിലെ ഓളവും കരളിലെ മോഹവും അടങ്ങുകില്ല മനെ അടങ്ങുകില്ല, മാനസമൈനേ വരൂ, മധുരം മുള്ളി തരൂ, നിന്നരുമ പൂവാടിയിൽ നീ തേടുവതാരേ ആരേ, മാനസമൈനേ വരൂ. ഭീം സിംഗ് എന്ന സംവിധായകനെ ഒഴിവാക്കി തമിഴ് സിനിമാ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. പാവരിശയിൽപ്പെട്ട നിരവധി ചിത്രങ്ങളാണ് അദ്ദേഹം സംവിധാനം ചെയ്തത്. ഉദാഹരണം പറയുകയാണെങ്കിൽ പാലും പഴവും, പാവമന്നിപ്പ്, പാർത്താൽ പശു തീരും, പഠിത്താൽ മട്ടും പോതുമ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ പോകാൻ ലിസ്റ്റ്. ഇതിൽ വളരെ പ്രശസ്തമായ ചിത്രമായിരുന്നു പാലും പഴവും. ഇതിൽ
ശിവാജി ഗണേശനും സരോജാദേവിയുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളിൽ. വിശ്വനാഥൻ രാമമൂർത്തിമാർ ഒരുമിച്ച് സംഗീത സംവിധാനം നിർവഹിക്കുന്ന ഒരു സമയമായിരുന്നു അത്. കണ്ണദാസൻ രചിച്ച ഇതിലെ ഓരോ ഗാനങ്ങളും സൂപ്പർ ഹിറ്റുകളായിരുന്നു. പ്രത്യേകിച്ചും സുശീലാമ്മ പാടിയ ആലയമണിയിൻ ഓസൈ നാൻ കേട്ടേൻ എന്ന ഗാനത്തെക്കുറിച്ച് പരാമർശിക്കാതെ വയ്യ. സുശീലാമ്മ എന്ന് പറയുമ്പോൾ തമിഴ്നാടിൻ്റെ ആസ്ഥാന ഗായികയാണ്. അതായത് ആന്ധ്രാപ്രദേശിലാണ് ജനിച്ചതെങ്കിലും സുശീലാമ്മയുടേതുപോലെയുള്ള ഒരു തമിഴ് പ്രൊനൗൺസിയേഷൻ ഇതുവരെ ഒരു ഗായകനോ ഗായികയ്ക്കോ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സംഗീത ആസ്വാദകർ പറയാറുള്ളത്. ടി.എം. സൗന്ദരരാജനും സുശീലാമ്മയുമാണ് തമിഴ് സംസ്കാരത്തിൻ്റെ ശബ്ദങ്ങൾ. പ്രഭാത നേരത്തെ വളരെ മനോഹരമായി പിക്ചറൈസ് ചെയ്ത് സരോജാദേവി അഭിനയിച്ച ഈ ഗാനരംഗം ഒന്ന് കണ്ടു നോക്കൂ. தலைவன்